രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. എല്ലാ മേഖലയിലും വികസനം കൈവരിച്ചുകൊണ്ട് ഭാരതം മുൻപോട്ട് കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണെന്നും നികുതി ഘടനയിൽ വരുത്തിയ മാറ്റം പൗരന്മാർക്ക് ഗുണകരമായെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരണം. 11 മണിയോടെ പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ചേർന്ന് ഔദ്യോഗികമായി സ്വീകരിച്ചു. महामहिम राष्ट्रपति जी, പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. എല്ലാ മേഖലയിലും സമഗ്ര വികസനം കൈവരിച്ചുകൊണ്ട് രാജ്യം മുൻപോട്ട് കുതിക്കുകയാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണ് ഭാരതമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദളിതർ, ആദിവാസി സമൂഹം, മധ്യവർഗം തുടങ്ങി സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ഓരോ പൗരന്റെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി. വിവേചനമില്ലാതെ സാമൂഹിക നീതി ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ ഫലമായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി പൗരന്മാരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായത് സർക്കാരിന്റെ നേട്ടമാണെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. मेरी सरकार दलितों, पिछड़ों, वंचितों, जनजातीय समाज सभी के लिए पूरी संवेदनशीलता से काम कर रही है. सबका साथ सबका विकास का विजन देश के हर नागरिक के जीवन में सकारात्मक प्रभाव ला रहा है. वर्ष 2014 की शुरुआत में सिर्फ 25 करोड़ नागरिकों तक की सोशल सिक्योरिटी की योजनाएं पहुंच पाती थी. सरकार के प्रयासों में निरंतरता की वजह से आज करीब 95 करोड़ भारतीयों को सोशल सिक्योरिटी का कवच मिला है. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാർ ചരിത്രത്തിന്റെ ഭാഗമാണ്. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ തൊഴിലവസരം ലഭിക്കും. പ്രതിരോധ മേഖലയിൽ പോലും കയറ്റുമതി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് സാധിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ നാരീശക്തി നിർണായകമാണ്. വികസിത് ഭാരത് ജി റാംജി നിയമം ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിലിനും വികസനത്തിനും ഒരുപോലെ ഗുണകരമാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള വെല്ലുവിളികൾ ഒരുപോലെ നേരിട്ടു. 126 ജില്ലകളെ ബാധിച്ചിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദം ഇന്ന് കേവലം 8 ജില്ലകളിൽ മാത്രമാണുള്ളത്. ആഭ്യന്തര സുരക്ഷ സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജനം, ഡൽഹി.